ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ പേപ്പർ 1 സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞൊരു പോർഷനാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാനിറ്ററി ഇൻസ്റ്റാളേഷനാണ്. എ സാനിറ്ററി ഇൻസ്റ്റാളേഷൻ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഓക്കെ, ഹ്യൂമൻ എക്സ്ക്രീറ്റ് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാനിറ്ററി ഇൻസ്റ്റാളേഷനാണ് എന്തെന്ന് പറയുന്നത്? സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു വാട്ടർ ടൈറ്റ് ടാങ്ക് ആണ്. ഓക്കെ, ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഒരു വാട്ടർ ടൈറ്റ് ടാങ്ക് ആണ്, ബിൽഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു സെപ്റ്റി ടാങ്കിൻ്റെ ഡയഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഇതിലൊരു ഇൻലെറ്റ് ഉണ്ട്. ഓക്കെ, സെപ്റ്റി ടാങ്കിന് ഒരു ഇൻലെറ്റ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, പുറത്തോട്ട് പോകുന്നതിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലിക്വിഡ് ഡെപ്ത്, ഇതാണ് ടാങ്കിൻ്റെ ഉള്ളെങ്കിൽ അതിലെന്തുണ്ട്? ഒരു ലിക്വിഡ് ഡെപ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 4 ഫീറ്റോളം ലിക്വിഡ് ഡെപ്ത്. ലിക്വിഡിൻ്റെ മേളിലായിട്ട് എന്തുണ്ട്? എയർ സ്പേസ് ഉണ്ട്. ഓക്കെ, ഏകദേശം 1 ഫീറ്റോളം എയർ സ്പേസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എന്ത്? അതിൻ്റെ കവർ എന്ന് പറയുന്നത്. അതിൻ്റെ മേളിലായിട്ട് എന്തുണ്ട്? 2 മാൻഹോൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഒരു സെപ്റ്റി ടാങ്കിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? ഒരു കാര്യം പറഞ്ഞു, സ്ലഡ്ജ്. ഓക്കെ, നമ്മുടെ നൈറ്റ് സോയിൽ സെറ്റ് ഡൗൺ ചെയ്ത് എന്താവുന്നു? സ്ലഡ്ജ്. ആ സ്ലഡ്ജും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 5 മാർക്കിനൊക്കെ സെപ്റ്റി ടാങ്ക് ചോദിക്കാം. ഭയങ്കര എളുപ്പമുള്ള ഡയഗ്രാം അല്ലേ? അപ്പം ഇതും കൂടി വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് സെപ്റ്റി ടാങ്കിൻ്റെ എന്ത് നോക്കാം? ഡിസൈൻ ഫീച്ചേഴ്സ് നോക്കാം. ഒരു സെപ്റ്റി ടാങ്കിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ആദ്യം തന്നെ പറയുന്നത് എന്താ? ഒരു സെപ്റ്റി ടാങ്കിൻ്റെ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും മക്കളെ? ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് യൂസേഴ്സ്. എത്ര പേരാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു സെപ്റ്റി ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 20 to 30 gallons പെർ യൂസർ. ഒരു യൂസറിന് ഏകദേശം 20 മുതൽ 30 ഗാലോൺ വരെ, അല്ലെങ്കിൽ ക്യൂബിക് കപ്പാസിറ്റിയിൽ പറയുകയാണെങ്കിൽ 2.5 മുതൽ 5 ഫീറ്റ് വരെ. ഓക്കെ, ഇതാണ് ഏകദേശം എന്തെന്ന് പറയുന്നത്? ഒരു സെപ്റ്റി ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ലെങ്ത് എങ്ങനെയായിരിക്കണം? മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് ആയിരിക്കണം. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് ആയിരിക്കണം. ബ്രെഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം. ഏകദേശം പ്രപ്പോർഷൻ 2:1 എന്നുള്ള രീതിയിൽ. ഇനി ഡെപ്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ ഏകദേശം 5 മുതൽ 7 ഫീറ്റ് വരെ ഡെപ്ത് ഉണ്ടാവണം. ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലിക്വിഡ് ഡെപ്തും ഉണ്ട്, എയർ സ്പേസും ഉണ്ട്. അതിൽ ലിക്വിഡ് ഡെപ്ത് ഏകദേശം എത്ര ആണ്? 1.2 മീറ്റേഴ്സ്. ഇത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കാണിച്ചില്ലേ? ഈ 1.2 മീറ്ററാണ് ഏകദേശം എന്തെന്ന് പറയുന്നത്? ഒരു 4 ഫീറ്റ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ആവരുത്. ഈ ലിക്വിഡ് ഡെപ്ത് നമ്മൾ മീറ്ററിലോട്ടാക്കുമ്പോഴാണ് 1.2. ഓക്കെ, അപ്പോൾ ഡെപ്ത് ഏകദേശം എത്ര ആയിരിക്കണം? ഒരു ടാങ്കിന് 5 മുതൽ 7 ഫീറ്റ് വരെ ഡെപ്ത് ഉണ്ടാവണം. അതിൽ ലിക്വിഡ് ഡെപ്ത് 1.2 മീറ്റർ എങ്കിലും ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്തതാണ് എയർ സ്പേസ്. നമ്മൾ ലിക്വിഡ് ഡെപ്ത് ഉള്ള പോലെ തന്നെ എന്തും പറഞ്ഞായിരുന്നു? എയർ സ്പേസും പറഞ്ഞായിരുന്നു. അത് ഏകദേശം എന്തോരം വേണം? മിനിമം എയർ സ്പേസ് 1 ഫൂട്ട് വേണം. എബോ ദി വാട്ടർ ലെവൽ. വാട്ടർ ലെവലിൻ്റെ മേളിലായിട്ട് ഏകദേശം 1 ഫൂട്ടോളം എന്ത് വേണം? എയർ സ്പേസ് വേണം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഡയഗ്രത്തിൽ എന്തൊക്കെ കണ്ടു? ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും കണ്ടു. ഓക്കെ, ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും വേണം. പിന്നെന്താ പറഞ്ഞേ? അതിനൊരു കവർ വേണമെന്ന് പറഞ്ഞു. കവറിൽ എന്തുണ്ടാവണം? മാൻ ഹോൾ ഉണ്ടാവണം. അതിന് മേളിലായിട്ട് മാൻ ഹോൾ ഉണ്ടാവണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് മക്കളെ? റിട്ടൻഷൻ പീരീഡ് എത്രയായിരിക്കണം? 24 hours. അപ്പോൾ നമുക്ക് 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്ത്? റിട്ടൻഷൻ പീരീഡ് ഓഫ് സെപ്റ്റി ടാങ്ക് എത്രയാ? 24 hours. ഓക്കെ, ഇത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. 1 വേർഡായിട്ട് ചോദിക്കും. ഇനി അടുത്തതാണ്, ഇതും എന്താണ്? ഒരു ഡയഗ്രാണ്. നമ്മൾ നേരത്തെ ഡിസൈൻ ഫീച്ചേഴ്സ് പറഞ്ഞു. അതിലെന്തൊക്കെ പറഞ്ഞു? ഒരു ഇൻലെറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഔട്ട്ലെറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ഇൻലെറ്റിൽ കൂടെ വീഴുന്നത് എവിടേക്ക് എത്തും? നൈറ്റ് സോയിൽ ഈ വാട്ടറിലോട്ട് എത്തും. അതിൽ നൈറ്റ് സോയിൽ എന്ത് ചെയ്യും? സ്ലഡ്ജായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. പിന്നെന്താ? ഇതിലൊരു പുതിയ ടേം ഉണ്ട്, സ്കം എന്താ? അതായത് നമ്മുടെ ഫാറ്റ്, നമ്മളിപ്പോൾ ഡേർട്ടി വാട്ടറിലൊക്കെ ഇപ്പോൾ ഡ്രെയിനേജിലൊക്കെ കണ്ടിട്ടില്ലേ? മേളിലൊരുമാതിരി ഫാറ്റൊക്കെ പോലെ അല്ലെങ്കിൽ ഗ്രീസി പോലെ കിടക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു
ഡേർട്ടി വാട്ടറിലൊക്കെ ഇങ്ങനെ മേളിൽ ഗ്രീസി അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടൊക്കെ കിടക്കുന്ന സംഭവമാണ് സ്കം. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? എയർ സ്പേസിൻ്റെ കാര്യം പറഞ്ഞു, മാൻഹോളിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെന്താ? ഔട്ട്ലെറ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു ഡയഗ്രം. ഇനി നമുക്ക് എന്ത് നോക്കാം? വർക്കിംഗ് ഓഫ് സെപ്റ്റി ടാങ്ക് നോക്കാം. ഒരു സെപ്റ്റി ടാങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന 2 പ്രോസസ്സുകൾ ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് അനേറോബിക് ഡൈജഷൻ, അടുത്തതാണ് എയറോബിക് ഓക്സിഡേഷൻ. ഓക്കെ, അനേറോബിക് ഡൈജഷനും എയറോബിക് ഓക്സിഡേഷനും. അനേറോബിക് എന്ന് പറയുമ്പോൾ എന്താ? ഓക്സിജൻ വേണ്ട, ഓക്സിജൻ്റെ പ്രസൻസ് വേണ്ട. എയറോബിക് എന്ന് പറയുമ്പോൾ എന്താ? ഓക്സിജൻ വേണം, എന്നാലാണ് അവർക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ 2 പ്രോസസ്സുകൾ നടന്നാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റയുടെ പ്യൂരിഫിക്കേഷൻ സെപ്റ്റി ടാങ്കിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ? ഈ ഹെവി നൈറ്റ് സോയിൽ എന്ത് ചെയ്യും? നമ്മുടെ ടാങ്കിൻ്റെ ബോട്ടത്തിൽ ചെന്നങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? സ്ലഡ്ജ് ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ മറ്റേ ഡയഗ്രത്തിൽ കണ്ടില്ലേ സ്ലഡ്ജ്, അത് ഫോം ചെയ്യും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മുടെ അനേറോബിക് ബാക്ടീരിയ ആക്ട് ചെയ്യുന്നത്. ഈ അനേറോബിക് ബാക്ടീരിയ നമ്മുടെ നൈറ്റ് സോയിലിനെ അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യും? സിമ്പിൾ കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിട്ട് മാറ്റും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? സ്ലഡ്ജ്. സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സ്ലഡ്ജ്, സിമ്പിൾ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് സ്ലഡ്ജ്. ഓക്കെ, സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സ്ലഡ്ജ്. ഇനി ബാക്കിയുള്ളത് എന്താ? ഇഫ്ലുവൻ്റ്. ഈ ഇഫ്ലുവൻ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഔട്ട്ലെറ്റ് പൈപ്പിൽ കൂടെ എവിടേക്ക് എത്തും? ഒരു പിറ്റിലേക്ക് എത്തും. ഓക്കെ, ആ പിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോക്കേജ് പിറ്റ് എന്ന് പറയുന്നത്. സോക്കേജ് പിറ്റ് എന്താ? നമ്മുടെ ബ്രോക്കൺ മെറ്റൽസും അതേപോലെ തന്നെ ബ്രിക്സ് ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഏകദേശം ഒരു 1 മീറ്ററോളം ഡെപ്ത് വരുന്ന ഒരു പിറ്റാണ് സോക്കേജ് പിറ്റ്. ഇനി അടുത്ത പ്യൂരിഫിക്കേഷൻ, അതായത് പുറത്ത് വന്ന ഈ ഇഫ്ലുവൻ്റ് എന്ത് ചെയ്യുന്നത്? പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മൾ എവിടെ വെച്ചിട്ടാണ്? ഈ സോക്കേജ് പിറ്റിലാണ്. ഈ ഇഫ്ലുവൻ്റ് എങ്ങനെയാണ്? പ്യുവറാണോ? അല്ല, ഇംപ്യൂർ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് എന്തെന്ന് പറയുന്നത്? ഇഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയുണ്ട്? ബാക്ടീരിയ ഉണ്ട്, സിസ്റ്റ് ഉണ്ട്, ഓവുണ്ട്, അതുപോലത്തെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വീണ്ടും ട്രീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കും? സോക്കേജ് പിറ്റിലേക്ക്. അപ്പോൾ ഈ സോക്കേജ് പിറ്റിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഇഫ്ലുവൻ്റ് പെർക്കുലേറ്റ് ചെയ്യും. ഈ ബ്രിക്സിൻ്റെ മെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പെർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എയറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യും. ഓക്കെ, ഈ ഇഫ്ലുവൻറ്റിനെ എയറോബിക് ബാക്ടീരിയ പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ 2 പ്രോസസ്സുകൾ വഴിയാണ് നമുക്ക് എന്ത് നടക്കുന്നത്? സെപ്റ്റി ടാങ്കിൽ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ഒന്ന് എനേറോബിക് ബാക്ടീരിയയും, 2 എയറോബിക് ഓക്സിഡേഷനും. അങ്ങനെ എയറോബിക് ഡൈജഷനും എയറോബിക് ഓക്സിഡേഷനും, അങ്ങനെ 2 രീതിയിലാണ് നമുക്ക് സെപ്റ്റി ടാങ്കിൻ്റെ വർക്കിംഗ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമുക്ക് 1 വേർഡൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇൻസൈഡ് ദി സെപ്റ്റി ടാങ്ക് ആരാണ് ആക്ട് ചെയ്യുന്നത്? എനേറോബിക് ബാക്ടീരിയ ആണ്. അത് മാറിപ്പോവരുത്, നമുക്ക് ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ്? എനേറോബിക് ബാക്ടീരിയ ആണ്. സോക്കേജ് പിറ്റിലോ എയറോബിക് ബാക്ടീരിയ. ഓക്കെ, അങ്ങോട്ട് മാറിപ്പോവരുത് കേട്ടോ. ഇനി എന്താണ് മക്കളെ? ഇനിയാണ് നമ്മുടെ മെയിൻ്റനൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബാക്ടീരിയൽ ഫ്ലോറാണ്, അതായത് സെപ്റ്റി ടാങ്കിലുള്ള എനേറോബിക് ബാക്ടീരിയ ആണ് അവിടെ പ്യൂരിഫിക്കേഷൻ നടത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സോപ്പ്, ഡിസിൻഫെക്റ്റൻറ്റ് പോലെയുള്ള ഫീനോൾ പോലെയുള്ള ഡിസിൻഫെക്റ്റൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഈ സെപ്റ്റി ടാങ്കിൽ ഒഴിക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയൽ ഫ്ലോറ നശിച്ചു പോകും. അപ്പോൾ എന്ത് സംഭവിക്കില്ല? പ്യൂരിഫിക്കേഷൻ സംഭവിക്കില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ്റനൻസിൽ ചെയ്യേണ്ട കാര്യം എന്താ? വൺസ് ഇൻ എ ഇയർ എന്ത് ചെയ്യണം? അതിലുള്ള സ്ലഡ്ജ് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങളാണ് മെയിൻ്റനൻസിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെപ്റ്റി ടാങ്ക്. ഭയങ്കര എളുപ്പമുള്ള, അന്ന് 5 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം മറക്കരുത്. ഓക്കെ, ഡയഗ്രാം എന്തായാലും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാമൊക്കെ എഴുതാം. താങ്ക് യു.